ഹായ് ഓൾ, എല്ലാവർക്കും മെഡിഗാനറ്റിൻ്റെ ഡെയിലി കറണ്ട് അഫെയർസ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 15 കറണ്ട് അഫെയർസ് ആണ് നമ്മൾ നോക്കുന്നത്. DRDO അനൗൺസസ് സക്സസ്ഫുൾ ട്രയൽസ് ഓഫ് പിനാക്ക റോക്കറ്റ് സിസ്റ്റം. ഒരു റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ ട്രയൽ സക്സസ്ഫുൾ ആയെന്നുള്ള ന്യൂസാണ് നമ്മൾ DRDO അറിയിച്ചിരിക്കുന്നത്. റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ പേര് പിനാക്ക റോക്കറ്റ് സിസ്റ്റം എന്നാണ്. പിനാക്ക റോക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് DRDOയുടെ തന്നെ ARDE എന്ന് പറയുന്ന ആർമമെൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്ന വിങ്ങാണ് ഈ റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ സക്സസ്ഫുൾ ആയിട്ട് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ട്രയൽ നടത്തിയിരിക്കുന്നത്. സോ പിനാക്കയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 44 സെക്കൻഡ്സ് കൊണ്ട് തന്നെ ഒരു 12 റോക്കറ്റ്സിനെയൊക്കെ ലോഞ്ച് ചെയ്യാൻ ശേഷിയുള്ള ഒരു റോക്കറ്റ് സിസ്റ്റമാണ് പിനാക്ക എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 75 കിലോമീറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ 700 to 500 മീറ്റേഴ്സ് ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. സോ അതിൻ്റെ ട്രയൽ സക്സസ്ഫുൾ ആയെന്നുള്ള ന്യൂസാണ് നമുക്കവിടെ അറിയാൻ കഴിഞ്ഞത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ADB ആൻഡ് വേൾഡ് ബാങ്ക് ഗ്രാൻസ് 13,500 crore ഫോർ അമരാവതി എന്ന് പറയുന്നത്. അതായത് ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള അമരാവതിയുടെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും വേൾഡ് ബാങ്കും കൂടി ചേർന്ന് 13,500 crore അമരാവതിക്ക് ലോൺ അനുവദിച്ചു എന്നുള്ള ന്യൂസാണ് നമുക്ക് വരുന്നത്. സോ നമ്മൾ ADBയെ പറ്റി പറയുകയാണെങ്കിൽ ADB വന്നത് 1966 ഡിസംബർ 19 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മനിലയാണ്. ഫിലിപ്പൈൻസിലെ മനിലയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ മെമ്പർ നേഷൻസ് എന്ന് പറയുമ്പോൾ 68 മെമ്പർ നേഷൻസ് ആണുള്ളത്. ദെൻ ഇതിൻ്റെ ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഇൻഡോ പസഫിക് റീജിയൻ ആണ്. ഓക്കെ, സോ അപ്പോൾ ഇൻഡോ പസഫിക് റീജിയനുള്ള എല്ലാ കൺട്രീസിനും ലോൺ കൊടുത്ത് സഹായിക്കാനുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ADB നിലവിൽ വന്നിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മുടെ വേൾഡ് ബാങ്കിനെ പറ്റി പറയുവാണെങ്കിൽ വേൾഡ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1944 ജൂലൈ 7 സോ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിങ്ടൺ DC തന്നെയാണ് വരുന്നത്. ദെൻ ഇതിനകത്ത് 189 മെമ്പർ നേഷൻസ് ആണുള്ളത്. 1944 ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് ഉണ്ടല്ലോ, ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഇത് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് 1944 ജൂലൈ 7 ഇത് വന്നതെന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഡൊമിനിക്ക ടു ബെസ്റ്റോ ഇറ്റ്സ് ഹയസ്റ്റ് ഓണർ ടു നരേന്ദ്രമോദി. അപ്പോൾ റിപ്പബ്ലിക് ഓഫ് ഡൊമിനിക്ക അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ സിവിലിയൻ അവാർഡ്, നാഷണൽ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് നൽകി എന്നുള്ളതാണ്. സോ എന്തിനാണ് ഈ ഒരു അവാർഡ് നൽകിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ COVID-19 ടൈമിലുള്ള ഇടപെടലുകളൊക്കെ ഓർത്തിട്ടാണ്. ആ ഒരു അത്രയും നല്ല രീതിയിലുള്ള ഇടപെടലൊക്കെ ആയിരുന്നു, ഒരുപാട് ഹെൽപ്പൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഡൊമിനിക്ക ഇങ്ങനെ ഒരു അവാർഡ് നൽകുന്നത്. ഇനി ഡൊമിനിക്കയുടെ ഇത് കണക്ക് അവാർഡ് കിട്ടിയ മറ്റൊരു അന്യരാജ്യക്കാരനാണ് ഒന്ന് പറയുന്നത് ഫിഡൽ കാസ്ട്രോ എന്ന് പറയുന്നത്. ഫിഡൽ കാസ്ട്രോ എല്ലാവർക്കും അറിയാം, ക്യൂബക്കാരനായിട്ടുള്ള ഫിഡൽ കാസ്ട്രോയ്ക്കാണ് ഇതിനു മുമ്പൊരു ഡൊമിനിക്കൻ അല്ലാത്തൊരു വ്യക്തിക്ക് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. രണ്ടാമത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദിജി എന്ന് പറയുന്നത്. ഓക്കെ, ലോഞ്ച് ഓഫ് വൈ ഭാരത് മാറ്റേഴ്സ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഈ ബുക്കിൻ്റെ ഓഥർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S ജയശങ്കറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ ബുക്കായിട്ടുള്ള വൈ ഭാരത് മാറ്റേഴ്സിൻ്റെ ലോഞ്ച് UAE വെച്ചിട്ടാണ് നടന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബുക്കിൻ്റെ പേരോട് ഒന്ന് ഓർത്തിരിക്കുക, ദ ഇന്ത്യ വേ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ബുക്കിൻ്റെ. അപ്പോൾ ഒരു സബ്മിറ്റിലേക്ക് പങ്കെടുക്കാനായിട്ട് അദ്ദേഹം UAE പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും UAE സോ അപ്പോൾ ആ ഒരു വേളയിലാണ് ഈ ഒരു ബുക്കിൻ്റെ ലോഞ്ച് വന്നിരിക്കുന്നത്. 43rd IITF ബിഗൻ, അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് ഫെഡറേഷൻ്റെ മീറ്റിംഗ് ആണ്, 43rd മീറ്റിംഗ് ആണ്. അത് ന്യൂഡൽഹിയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ തീം എന്ന് പറയുന്നത് വികസിത് ഭാരത് ഇൻ 2047 എന്നാണ്. ഇനി ഈ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെഡറേഷനകത്ത് പാർട്ട്ണർ സ്റ്റേറ്റ്സ് ആയിട്ട് വരുന്ന ബീഹാറും UPയുമാണ്. ഈ വർഷം അവർ ഫോക്കസ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജാർഖണ്ഡാണ്. ഇന്ത്യ at 176 ഇൻ ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സ് എന്നുള്ളതാണ്. ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സിൻ്റെ ആദ്യത്തെ ഒരു കൺസർവേഷൻ റിപ്പോർട്ടാണ്. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് 176 100ൽ 45.5 മാർക്കാണ് ഇന്ത്യ സ്കോർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന രാജ്യം ലക്സംബർഗാണ്, സെക്കൻഡ് എസ്റ്റോണിയയാണ്, തേർഡ് ഡെൻമാർക്കാണ്.
ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത് കിരിബാത്തി, ടർക്കി, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളാണ്. ഓക്കെ. അപെക് സമ്മിറ്റ് ഹോസ്റ്റഡ് ബൈ പെറു. ഏഷ്യൻ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ 2024 മീറ്റിംഗ് പെറു ആണ് കണ്ടക്ട് ചെയ്യുന്നത്. 31st എഡിഷനാണ്. ഇതിനു മുന്നേ 2 തവണ പെറു ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എംപവർ ഇൻക്ലൂഡ് ഗ്രോ എന്നാണ്. സോ അപെക് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1989 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സിംഗപ്പൂറാണ്. ദെൻ ഒക്ടോബർ മന്തിൽ ബെസ്റ്റ് പ്ലെയേഴ്സ് ഓഫ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പ്ലെയർ ആയിട്ടുള്ള നൊമാൻ അലിക്കും ന്യൂസിലൻഡിൻ്റെ ഓൾറൗണ്ടർ ആയിട്ടുള്ള കെറിനുമാണ്. ഒക്ടോബർ മന്തിലെ മാത്രം ന്യൂസാണിത്. ഇത് ഓരോ മന്തിൽ ഇത് റിവൈസ് ചെയ്ത് വരും. സോ അതുകൊണ്ട് ഈ പേരുകളൊന്ന് ഓർത്തിരിക്കുക. പാകിസ്ഥാൻ പ്ലെയർ ആയിട്ടുള്ള നൊമാൻ അലിക്കും ന്യൂസിലൻഡിൻ്റെ ഓൾറൗണ്ടർ ആയിട്ടുള്ള കെറിനുമാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ ന്യൂസ് തീരുന്നു. താങ്ക് യു.